ഹായ്, നമ്മളിന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ പറയാറുണ്ടായിരുന്നു കുറേ കാലം കഴിഞ്ഞാൽ റോബോട്ടുകളായിരിക്കും നമ്മളെ വീടുകളിലൊക്കെ ഉണ്ടാവുക എന്നുള്ളത്. അതേപോലെ ഇതാണ് നമ്മളെ റോബോ. ഓക്കെ, റോബോനെ വേണേ റോബോ ക്ലീൻ അവർ ബെഡ്റൂം. കണ്ടാ, ഇനി സാധനം നേരെ നമ്മളെ ബെഡ്റൂമിലേക്ക് പോയിക്കോളും. ഇത് കണ്ടോ, ഇവിടെ വന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു ഇപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കോർണറിൽ. ഓക്കെ, കണ്ട ഇത്ര ഡസ്റ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളെ റോബോ LVAC വോയിസ് പ്രോ, നമ്മളെ യുറേക്ക ഫോക്സിൻ്റെ റോബോ ഞാൻ വിചാരിച്ച പോലെയല്ല. എന്തെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചായിരുന്നു ഇത് അത്ര ഒരു എഫിഷ്യൻ്റ് ആയിരിക്കില്ല. ഹായ്, നമ്മളിന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ നമ്മളൊരു എന്താ പറയുക, ഒരുപാട് മുന്നെയൊക്കെ നമ്മൾ പറയാറുണ്ടായിരുന്നു കുറേ കാലം കഴിഞ്ഞാൽ റോബോട്ടുകളായിരിക്കും നമ്മളെ വീടുകളിലൊക്കെ ഉണ്ടാവുക എന്നുള്ളത്. അതേപോലെ തന്നെ ഒരു റോബോട്ടിൻ്റെ കാലം വന്നിട്ടാണുള്ളത്. ഒരുപാട് വർഷങ്ങളായി. അപ്പോൾ ഇന്നാണ് നമ്മൾ ഒരു റോബോട്ടിനെ മേടിച്ചത്. അപ്പോൾ നമ്മൾ മേടിച്ചത് റോബോ വാക്വമും മോപ്പും ചെയ്യുന്ന റോബോ ആണ്. യുറേക്ക ഫോക്സിൻ്റെ LVAC വോയിസ് പ്രോ എന്ന് പറഞ്ഞാൽ അവർ 2 മോഡലേ ഉള്ളൂ. അതിലൊന്ന് നോർമൽ സ്റ്റാർട്ടിങ് ബേസിക് മോഡലാണ്. പിന്നെ അതിൻ്റെ നെക്സ്റ്റ് പ്രോ മോഡൽ ഉള്ളത്. നമ്മളിത് പ്രോ മോഡലാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ മെയിൻ ഡിഫറൻസ് നമുക്ക് നോക്കിയ തരും. ഇതിൽ വോയിസ് അസിസ്റ്റൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അലക്സയൊക്കെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ മറ്റേ ഇതിന് അതില്ല. നോർമൽ മോപ്പിങ്ങും വാക്വവുമാണ് ഉള്ളത്. അപ്പോൾ നമുക്കിത് അഴിച്ചു നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ റോബോൻ്റെ എങ്ങനെയാണ് റോബോ എന്നുള്ളത് നമുക്ക് അഴിച്ചു നോക്കാം. ഓക്കേ 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 യെസ്, വാവ്, അടിപൊളി ബോക്സാണ്. യുറേക്ക ഫോക്സിൻ്റെ നമ്മൾ യുറേക്ക ഫോക്സിൻ്റെ വാട്ടർ പ്യൂരിഫയർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു 2ാമത്തെ പ്രൊഡക്റ്റാണ് റോബോ വാക്വം ക്ലീനർ. അപ്പം അടിപൊളി പാക്കേജിങ് കേട്ടോ, കാണാനൊക്കെ നല്ല നൈസായിട്ട് അതിൽ എഴുതിയിരിക്കുന്നത് റോബോ LVAC വോയിസ് പ്രോ. ഇതിലെഴുതുന്നത് വർക്ക്സ് ഓൺ ഓൾ സർഫേസ് എന്നാണ് പറയുന്നത്. ഡ്രൈ വാക്വമിങ്, വെറ്റ് മോപ്പിംഗ് ഉണ്ട്, ഡ്രൈ വാക്വം. അടിപൊളി ബോക്സ്. എൻ്റെ 2 ഭാഗവും അടിപൊളി ബോക്സ്. നല്ല, നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഈ സ്റ്റിക്കർ എടുത്താൽ വാറണ്ടി വൈഡ് എന്നൊക്കെ പറയുന്നുണ്ട്. അതവർ ശരിക്കും അവർ ഡെമോന് അഗെയിൻ വരും. നമ്മൾ ഇന്ന് വന്നതേ ഉള്ളൂ. ഇത് അവർ നാളെ അങ്ങാറ്റിനും ഡെമോന് വരും. നമ്മളതിന് മുന്നിൽ ഒന്ന് ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഓക്കെ, അങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മാനുവലാണ് ഉള്ളത്. വാറണ്ടി കാർഡാണ്. 1 ഇയർ വാറണ്ടിയാണ് വരുന്നത്. ഇത് നമുക്ക് സൈഡിൽ വെക്കാം. ഓക്കെ, നല്ല അടിപൊളി പാക്കിംഗ് ആണ്. സംഭവം സിമ്പിളാണിത്. ഇതിൻ്റെ ഒരു ചാർജിങ് യൂണിറ്റ് ഉണ്ട്, അഡാപ്റ്റർ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ചാർജിങ് സ്റ്റേഷൻ. നമ്മൾ ഈ സ്റ്റേഷനിൽ നിന്നാണ് ഈ റോബോ പോയിട്ട് എപ്പോഴും ചാർജ് ചെയ്യുന്നു, തിരിച്ച് പണിയെടുക്കുന്നു, തിരിച്ചതിൻ്റെ ഹോമിൽ പോകുന്നു. അപ്പോൾ ഇതിൻ്റെ ഹോം പൊസിഷൻ കം ചാർജിങ് പൊസിഷനാണ് ഇത്. അപ്പോൾ ഇതാണ് നമ്മുടെ റോബോ. ഓക്കെ, റോബോനെ നോക്കാം. അതിന് മുന്നിൽ ഇതിൻ്റെ ഉള്ളിൽ ഇതിൽ ഒരു നൈഫ് കട്ട് ചെയ്യുന്നൊരു സാധനം, ഒരു ചെറിയ ബ്രഷും ഉണ്ട്. എന്തോ മെയിൻ്റനൻസിൻ്റെ ആണ്. നമുക്ക് നോക്കാം, അത് മാനുവൽ നോക്കിയാലേ അറിയത്തുള്ളൂ. ഇതാണ് ശരിക്കും ഇതിൻ്റെ നമ്മളെ അടിച്ചു വരുന്ന ചൂല്. ഇതാണ് റോബോട്ട്. എത്ര സിമ്പിൾ സാധനമാണ്. ഇതൊക്കെ ആവുമോ നടക്കുമോ എന്ന് നമുക്കിപ്പം കണ്ടറിയാമല്ലേ. കാണുമ്പം വിചാരിക്കും ഇത്രയേ ഉള്ളൂ എന്ന്. ആവുമായിരിക്കും. ചെറിയ പൊടിയൊക്കെ സുഖമായിട്ട് അതിൽ അടിച്ചെടുക്കുമായിരിക്കും. ഇതാണ് മോപ്പിങ്ങിൻ്റെത് സാധനം വരുന്നത്. മോപ്പിങ്ങിൻ്റെ തുണി. ഇതാണ് വെറ്റായിട്ട് നമ്മളിങ്ങനെ ഇതിലിങ്ങനെ മോപ്പ് ചെയ്തുകൊണ്ട് പോകുന്നത്. അതേപോലെ തന്നെ ഒരു ഫിൽറ്റർ
എക്സ്ട്രാ തന്നിട്ടുണ്ട്. ഇത് വാക്യൂം ക്ലീനറിൻ്റെ ഫിൽറ്ററാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബോക്സ് തിരിച്ച് പാക്ക് ചെയ്ത് സൈഡിൽ വെക്കാം. അപ്പോൾ ഇതാ ഇത്ര സാധനമാണ് നമ്മളെ ബോക്സിൽ ഉണ്ടായത് കണ്ട. അപ്പോൾ ഇത് നമ്മളെ റോബോ ആണ്. ഇത് ഒന്ന് എക്സ്ട്രാ തരുന്നുണ്ട് മോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ഒന്ന് യൂസ് ചെയ്യുമ്പം ഡ്രൈ ആണെങ്കിൽ മറ്റേതിന് ഉണങ്ങുന്നവരെ യൂസ് ചെയ്യാനും, രണ്ടും മാറി നമുക്ക് ഇത് കണ്ട, ഇതിങ്ങനെ ഒട്ടിക്കുന്ന സാധനമാണ്. ഇതിന് നമ്മളിങ്ങനെ വാക്രോ പോലത്തെ സാധനമാണ്, ഒട്ടിക്കുന്നതാണ്. പിന്നെ ഒരു ഫിൽറ്ററാണ്, പിന്നെ ചാർജറും അതിൻ്റെ ഡോക്കും. ഇത്ര സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കണ്ടോ, ഇതാണ് ഇതിൻ്റെ സംഭവം. ഇതിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഫ്രണ്ട് വീലാണ്, 2 വീല്. പിന്നെ ഇവിടെയാണ് വാക്വം. നമുക്കൊരു ഒറ്റൊരു സാധനമേ ഇവിടെ ഉള്ളൂ. ഇത് ചാർജ് ചെയ്യുന്ന പോർട്ടാണ്. ഇതാണ് അവിടെ പോയി ടച്ച് ചെയ്യുന്നത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സാധനം മോപ്പിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇത് കറങ്ങുന്നു, ഇല്ല പൊടിയൊക്കെ അടിച്ച് ഇവിടെ കൊടുക്കുന്നു, വാക്വം ചെയ്ത് ഈ ബോക്സിലേക്ക് ആക്കുന്നു. ഇതിൻ്റെ ഒരു ബോക്സ് ഉണ്ട്. നമുക്ക് ഈ ബോക്സ് ഒന്ന് അയച്ചു നോക്കാം. ഇവിടെ പ്രസ് ചെയ്തിട്ട് വലിച്ചാൽ ഓക്കെ, ഈ സംഭവം കണ്ടോ, ഇതാണ് ഇതിൻ്റെ ബോക്സ്. ഇത് പ്ലഗ് ചെയ്താൽ ഇതിലാണ് ഇതിൻ്റെ കളക്ടർ വരുന്നത്, ഡസ്റ്റ് കളക്ടർ. ഈ ഫിൽറ്റർ വഴി ഇതിൽ ഡസ്റ്റ് കണ്ട ഈ ഓക്കെ. പിന്നെ ഇതാണ് നമ്മളെ മോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള വാട്ടർ ഒഴിക്കുന്ന സാധനമാണിത്. ഇതിലാണ് വാട്ടർ ഫില്ല് ചെയ്യുന്നത്. അപ്പം വാട്ടർ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതിലേക്കൂടെ ഇതിന് വാട്ടർ കിട്ടും. ഈ സൈഡിലേക്കൂടെ വന്നിട്ട് നമ്മൾ ഈ സാധനം ഇവിടെ വന്നിട്ടാണ് ഇത് ലോക്ക് ചെയ്യുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ വാട്ടർ ഇത് വന്നിട്ട് ഇവന് അബ്സോർബായിട്ട് ഇവിടെ വെറ്റായിട്ടുണ്ടാവും. ആ വെറ്റ് ഈ സാധനം ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ തുടച്ചു പോകൊണ്ട് പോകും. എല്ലാം സിമ്പിൾ ടെക്നിക്കാണ്. പക്ഷേങ്കിൽ ഇതിൻ്റെ മെയിനായിട്ട് വന്നിട്ട് നമ്മളിത് വർക്കിംഗ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളൊരു റോബോട്ടിനെ വെക്കുന്ന സമയത്ത് നമ്മൾ ഒരു പണി ഇപ്പം ഡെയിലി ക്ലീനിങ്ങും മോപ്പിങ്ങും ചെയ്യുന്നതാണെങ്കിൽ, ഇപ്പം നമ്മൾ ഈ ഒരു ഫ്ലാറ്റിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നമ്മൾ പണി ഇവൻ ഏറ്റെടുക്കണം, എന്നാലേ നമുക്ക് ശരിക്കും വർത്താവുന്നുള്ളൂ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ആവുമെന്ന് വിചാരിക്കാം. ഡസ്റ്റൊക്കെ കളക്ട് ചെയ്തു മോപ്പിങ്ങും. പക്ഷേങ്കിൽ ഒരു ഭയങ്കരമായിട്ട് നമ്മൾ ചെയ്യുന്ന ലെവലിൽ ഇല്ലെങ്കിൽ കൂടിയും നമ്മൾ ഡെയിലി ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് വീക്കിലി വൺസ് നമുക്ക് മോപ്പ് ചെയ്താലും കുഴപ്പമില്ല. ബാക്കിയുള്ള ദിവസങ്ങളിൽ പണി ഈ ചങ്ങായി എടുക്കണം, എന്നാലാണ് ഇത് ശരിക്കും വർത്താവുന്നത്. ഓക്കെ, അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. നമുക്കിതിൻ്റെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിൽ നമ്മൾ ഇതിനോട് പറയുകയാണെങ്കിൽ, അലക്സ വഴി കണക്ട് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ, റോബോ നീ ഇന്ന ബെഡ്റൂം പോയി ക്ലീൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇവൻ പോയി ആ ബെഡ്റൂം ക്ലീൻ ചെയ്ത് മൊത്തം ക്ലീനായി തിരിച്ച് അതിൻ്റെ ഹോം പൊസിഷനിൽ വരുന്നു. മറ്റേ അടുത്ത ബെഡ്റൂം ക്ലീൻ ചെയ്യുമെന്ന് പറയുകയാണെങ്കിൽ അതിൽ ചെയ്യുന്നു വരുന്നു. അതല്ലാണ്ട് ഇതിന് പല മോഡുണ്ട്. ആ മോഡിലൊക്കെ ഞാനും പഠിച്ചു വരുന്നേ ഉള്ളൂ. മാനുവലൊക്കെ നോക്കിയിട്ട് ഒരു അടുത്ത വീഡിയോയിൽ നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ, അപ്പം നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കൂടി വരുന്നതായിരിക്കും. ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ പഠിച്ച് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിന് മാപ്പിംഗ് ഒക്കെ ചെയ്യണം. ശരിക്കും ഓട്ടോ മാപ്പിംഗ് ചെയ്താൽ ഈ പറഞ്ഞ പോലെ ഓരോ റൂമിലും ഇത് സ്കാൻ ചെയ്യും പോയിട്ട്, ഇന്നിന്ന സാധനങ്ങളാണ് ഉള്ളത്, ഇന്നിന്ന ഏരിയയിലാണ് ക്ലീൻ ചെയ്യേണ്ടത്, അതൊക്കെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ കറക്റ്റായിട്ട് പോയിട്ട് ക്ലീൻ ചെയ്തിട്ട് തിരിച്ചു വരും. ഓക്കെ, പക്ഷേ എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളത് നമുക്ക് അപ്കമിങ് ഇതിൽ കുറച്ച് യൂസേജ് കഴിഞ്ഞാലേ നമുക്ക് അറിയുള്ളൂ. അപ്പം എല്ലാം പ്രോപ്പർ ആവുമെന്ന് വിചാരിക്കാം. നമുക്ക് ഏതായാലും നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ വർക്കിംഗ്. അങ്ങനെ നമ്മളെ റോബോൻ്റെ എന്താ പറയുക മാപ്പിംഗ് എല്ലാം കഴിഞ്ഞു. നമ്മൾ ഓൾ റൂമിനെ മാപ്പ് ചെയ്തു. അപ്പോൾ റോബോ ശരിക്കും പറഞ്ഞാൽ ക്ലീൻ ചെയ്യാനും മോപ്പ് ചെയ്യാനും റെഡിയായി. ഇത് നമ്മളെ റോബോ അവിടെ ഉണ്ട് കേട്ടോ. അതിൻ്റെ അടിയിൽ നല്ല സേഫ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ റോബോനോട് പറയാൻ പോവാണ്, റോബോ ക്ലീൻ അവർ ബെഡ്റൂം. കണ്ട, ഇനി സാധനം നേരെ നമ്മളെ ബെഡ്റൂമിലേക്ക് പോയിക്കോളും. അതിന് മോപ്പിങ്ങും വെച്ചിട്ടുണ്ട്. മോപ്പ് ചെറുങ്ങനെ വൈപ്പാവുന്നുണ്ടാവും.
ഇത് നമ്മൾ ചെയറും ഇതെല്ലാം കുറേ വെച്ചാൽ അതിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ശരിക്കും ക്ലീൻ ചെയ്യുമ്പം ഒന്ന് മാറ്റി വെക്കുന്നതാണ് നല്ലത്. നിന്നോട് തള്ളാൻ പറ. ഇത് ആദ്യം മാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഓൾ വീട്ടിൻ്റെ പ്ലാന് പോലെ തന്നെ എല്ലായിടത്തും പോയിട്ടങ്ങ് മാപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ശരിക്ക് അസൈൻ ചെയ്യാം. ഇത് കണ്ടോ, ഇവിടെ വന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കോർണറിൽ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന. നമ്മളിത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങളെല്ലാം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചായിരുന്നു, എന്നാലേ കറക്റ്റായിട്ട് അത് മനസ്സിലാവും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഓരോ റൂമിനെയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇതേപോലെ ക്ലീൻ ചെയ്യിപ്പിക്കാം. അപ്പോൾ നമ്മൾ അവിടെ എന്തെങ്കിലും ഇതേപോലെ ചെയറോ അങ്ങനെ പ്രശ്നം ഇതെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ട് കണ്ടോ, നല്ല കോർണറിലടക്കം പൊടിയെടുക്കുന്നുണ്ട. നമ്മളിത് ആദ്യം മാപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് പിന്നെ അതിന് കറക്റ്റായിട്ട് ഓരോ റൂമും അറിയാം. നമ്മൾ ഇന്ന റൂമിൽ പോകണമെന്ന് പറഞ്ഞാൽ ചങ്ങായി അവിടെ പോയി ക്ലീനിങ് തുടങ്ങിക്കോളും. പിന്നെ സ്പെഷ്യലായിട്ട് നമുക്ക് ഇതിൽ കുറച്ച് ആപ്പുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ആപ്പിൽ നമുക്ക് പാർട്ടീഷൻ ചെയ്യാൻ പറ്റും. പെർട്ടിക്കുലറായിട്ടുള്ളൊരു ഏരിയ നമുക്ക് ക്ലിയർ ചെയ്യാം, ഇന്ന ഏരിയ ക്ലീൻ ചെയ്യണമെന്നില്ല. ഇത് കണ്ടോ, എല്ലാ കോർണറും പോയിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. അത് കറക്റ്റായിട്ട് എല്ലാ ഏരിയയും ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ തിരിച്ച് അതിൻ്റെ ചാർജിങ് പോയിൻ്റ് ഹോം പൊസിഷനിലേക്ക് അത് പോകും. പക്ഷെ ഇതാണ് നമ്മൾ പിന്നെ എല്ലാ ഏരിയ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. അല്ലെങ്കിലും ചെയറിൻ്റെ ഉള്ളിലൊക്കെ ചെയ്യും. പക്ഷേ പെർഫെക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു റൂമിലെ സാധനമൊക്കെ എടുത്ത് അപ്പുറത്തിട്ടിട്ട് നമുക്ക് ഇത് ചെയ്യാം. ക്ലീനിങ് അടിപൊളിയായി നടക്കുന്നുണ്ട്. ക്ലീനിങ്ങും മോപ്പിങ്ങും എല്ലാ കോർണറും സൈഡും ഓടി നടന്ന് ചങ്ങായി ക്ലീൻ ആക്കുന്നുണ്ട്. ഒന്ന് ഫാൻ ഇട്ട് കൊടുത്താൽ മതി, എന്നാൽ മോപ്പിൻ്റെ വാട്ടറും അതിന് കണക്കായിട്ട് അങ്ങ് ഡ്രൈ ആയിക്കോളും. അല്ലെങ്കിൽ ചില സ്ഥലത്ത് ഇങ്ങനെ കണ്ടോ വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്, അത് കറക്റ്റ് മോപ്പിങ് ആവാത്തതുകൊണ്ടായിരിക്കാം. അതിൻ്റെ വീലിന് വന്ന വെള്ളമാണ്, ഞാൻ ഫില്ല് ചെയ്തത് കുറച്ച് അധികമായോ ഒന്നും അറിയില്ല. കണ്ട, ഫിനിഷ് ക്ലീനിങ്, ഹെഡിങ് ഹോം. ചങ്ങായി ഇനി തിരിച്ച് ഹോമിലേക്ക് പോകണം. വീടെത്തി, എന്റെ വീടെത്തി.
എങ്ങനെ ഡൗട്ട് ഉണ്ടോ? ക്ലീന് വേറെ ഒന്നുമില്ല, വേണ്ടിക്ക് പറയാം. നേരെ വിട്ടു. അതാണ് ആക്യുറസി ഉണ്ടല്ലേ, ആക്യുറസി കറക്റ്റ് സ്റ്റീൽ ചെയ്തു. സ്റ്റാർട്ടിങ് ടു ചാർജ്. അങ്ങനെ ചങ്ങായി എത്തി. നമ്മൾ നേരത്തെ ഒരു റൗണ്ട് കംപ്ലീറ്റ് ഇതിനെ ക്ലീൻ ചെയ്യിച്ചായിരുന്നേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഡസ്റ്റ് ഒന്ന് നോക്കാം എത്ര ഉണ്ടാന്ന് കാണുന്നില്ലത്. ഓക്കെ, കണ്ട ഇത്ര ഡസ്റ്റ് വന്നിട്ടുണ്ട്. ഉറുമ്പെല്ലാം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ, ഉറുമ്പും ഡസ്റ്റും എല്ലാം ഉണ്ട്. നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണ്ട, ഫിൽറ്ററൊക്കെ ഇതായിട്ടുണ്ട്. ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. ഓക്കെ, അങ്ങനെ നമ്മളെ റോബോ LVAC വോയിസ് പ്രോ, നമ്മളെ യുറേക്ക ഫോബ്സിൻ്റെ റോബോ അടിപൊളി സംഭവമാണ് കേട്ടോ. ഞാൻ വിചാരിച്ച പോലെയല്ല. എന്തെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചായിരുന്നു ഇത് അത്ര ഒരു എഫിഷ്യൻ്റ് ആയിരിക്കില്ല. എന്താ വെച്ചാൽ ന്യൂ ടെക്നോളജിയിൽ അവർ ഒരു റൂം മാപ്പ് ചെയ്തിട്ട് ആ റൂമിൻ്റെ ഓൾ കോർണേഴ്സും ഇതിന് ഐഡിയ ഉണ്ടാവും. ആ ബൗണ്ടറിയിൽ നിന്നിട്ടാണ് ഈ സാധനം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മോപ്പിംഗ് ആണെങ്കിലും നമുക്ക് വാട്ടർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ വാക്യൂമിംഗ് ആണെങ്കിലും ഒന്നുകിൽ നമുക്ക് ആദ്യം വാക്യൂമിംഗ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ രണ്ടാമതൊരു റൗണ്ട് മോപ്പിങ്ങും ചെയ്യാം. ഇത് കംപ്ലീറ്റ് വന്നിട്ട് മൊബൈലിലാണ് ഇതിൻ്റെ കൺട്രോൾ. വൈഫൈ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ആപ്പ് ഉണ്ട്. ആ ആപ്പ് ത്രൂലാണ് ഇതിൻ്റെ കൺട്രോൾ. അത് ഒന്ന് മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഓരോ ബെഡ്റൂം, ഈവൻ മാസ്റ്റർ ബെഡ്റൂം, ചിൽഡ്രൻസ് റൂം, ലിവിങ് ഹാള്, കിച്ചൺ, അങ്ങനെ ഓരോ ഏരിയനെയും ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ആപ്പിൽ കാണിച്ചു തരുന്നുണ്ട്. ആ ഒന്നിക്കിൽ ത്രൂ ഔട്ട് നമുക്ക് ക്ലീനിങ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൾ നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ അത് ഒരുമിച്ചിട്ട് തന്നെ ഓരോ റൂം നമുക്ക് സെലക്ട് ചെയ്യാം. ഫസ്റ്റ് ഹാള് ക്ലീൻ ചെയ്യണം, പിന്നെ ബെഡ്റൂം ക്ലീൻ ചെയ്യണം, പിന്നെ ചിൽഡ്രൻസ് റൂം, കിച്ചൺ, അങ്ങനെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അത് ഓരോന്നും 1 by 1 ആയിട്ട് ക്ലീൻ ചെയ്ത് പോയി കഴിഞ്ഞിട്ട് തിരിച്ച് അതിൻ്റെ ഹോം പൊസിഷനിൽ പോകും. അപ്പോൾ അതൊരു നല്ല സംഭവം തന്നെയാണ്. പിന്നെ ക്ലീനിങ്ങിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ല ഈവൻ ഞാൻ ഒബ്സർവ് ചെയ്തായിരുന്നു, ഈ സ്റ്റൂളിൻ്റെയൊക്കെ ലെഗ്സൊക്കെ ഉണ്ടാവില്ലേ, അത് ശരിക്കും പറഞ്ഞാൽ ഇത് ത്രൂ ഔട്ട് ഇതിൻ്റെ ഈ ബ്രഷ് വെച്ചിട്ട് അതിനിങ്ങനെ റൗണ്ട് അടിക്കും. അപ്പോൾ ക്ലീനായിട്ട് ആ പൊടി കംപ്ലീറ്റ് എടുക്കുന്നുണ്ട്. നമ്മൾ നോർമൽ ചെയ്യുന്ന ബ്രൂമിങ്ങിൽ കിട്ടാത്ത അത്രയും പൊടി ശരിക്കും പറഞ്ഞാൽ ഈ വാക്യൂമിൽ കിട്ടും. പിന്നെ നമ്മളത് ക്ലീൻ ചെയ്യണം. അതിൻ്റെ അടിയിലുള്ള ബ്രഷാണെങ്കിലും അതിൻ്റെ ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ടൂള് തരുന്നുണ്ട്. അത് എന്നിട്ട് ക്ലീൻ ചെയ്യണം. അപ്പം എന്തായാലും നമ്മൾ വിചാരിച്ചാലും നല്ല അടിപൊളിയാണ്, സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പിന്നെ മെയിൻ എന്ന് പറഞ്ഞാൽ വൈഫിന് ഇതൊരു നല്ലൊരു ഹെൽപ്ഫുള്ളാണ്. എന്തെന്ന് പറഞ്ഞാൽ ഈ ഡെയിലി മോപ്പിംഗ് ഒക്കെ ചെയ്യുന്നതും ഗ്രൂമിങ് ചെയ്യുന്നതും നമുക്ക് ഒഴിവാക്കാൻ തന്നെ പറ്റും. ശരിക്ക് നമ്മൾ മോർണിംഗിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നിക്കൽ നമുക്ക് മോർണിംഗിൽ ടൈം വെക്കാം, ഷെഡ്യൂൾ ചെയ്യാം. ഇതിന് ഷെഡ്യൂൾ ചെയ്തിട്ട് പണി കൊടുക്കാം. ഇന്ന ടൈമിന് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എണീക്കുന്നതിന് മുന്നിലേ തന്നെ ഇത് വർക്ക് ചെയ്യും. പിന്നെ ചില കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സ്റ്റൂളൊക്കെ വെച്ചിരിക്കുന്നത് കോർണറിൽ, ബോളിൻ്റെ കോർണറിൽ, ഇതിന് പോകാൻ പറ്റാത്ത ഏരിയ ആണെങ്കിൽ ആ ഏരിയയിൽ ചിലപ്പോൾ ക്ലീനിങ് ആവണമെന്നില്ല. അപ്പോൾ അതിനൊക്കെ മനസ്സിലാക്കി നമ്മൾ പിന്നെ അറേഞ്ച്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നൈറ്റിൽ കിടക്കുന്നതിന് മുന്നിലേ തന്നെ അറേഞ്ച്മെൻറ്റ് ചെയ്യാം. എന്നിട്ട് രാവിലെ നമ്മൾ എണീക്കുമ്പോഴേക്ക് ക്ലീനിങ് ഒക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ സാധനം അടിപൊളിയാണ്. പിന്നെ ഒരു ശരിക്ക് വർത്താണെന്ന് പറയാം ശരിക്ക്. പിന്നെ ആ വോയിസിൻ്റെ അതാണ് ആദ്യം ഇതിൻ്റെ ബേസിക് മോഡൽ പറഞ്ഞു. ബേസിക് മോഡലിൽ നമുക്ക് ഈ ഓപ്ഷനൊന്നുമില്ല. ഓണാക്കി വിട്ടാൽ അതിൽ പ്രോഗ്രാം ചെയ്ത പോലെ ഇത് പോയി ഒരു പാറ്റേണിൽ പോയിട്ട് കുറച്ച് മോഡ് ഉണ്ടാവും. ആ പാറ്റേണിൽ പോയിട്ട് ക്ലീൻ ചെയ്യുള്ളൂ. ഇതെന്ന് പറയുന്നതിൻ്റെ മെയിൻ ബെനിഫിറ്റ് കുറച്ച് പൈസ അധികം തന്നെയാണ്, ഓൾമോസ്റ്റ് ഡബിളായിട്ട് വരുന്നുണ്ട്. ഇതിന് ഞാൻ എൻ്റെ പ്രൈസ് പറഞ്ഞില്ലല്ലോ. ഇതിന് ശരിക്കും പറഞ്ഞാൽ 39,000 ആണ് ഇതിൻ്റെ MRP. പക്ഷേങ്കിൽ ഇപ്പം ഇവർ ഓഫറിൽ നല്ല ഡിസ്കൗണ്ട് ആക്കിയിട്ട് എനിക്ക് 23,000 കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഓഫർ ചില സമയത്ത് ഉണ്ടാവും. അങ്ങനെ ഓഫർ നോക്കിയിട്ട് മേടിച്ചാൽ സാധനം ശരിക്കും വർത്താ. പിന്നെ ഞാൻ ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇത് അവർ ആദ്യം വാക്യൂമിങ് ചെയ്തിട്ടും ആദ്യം വേറെ വാക്യൂം ക്ലീനർ യൂസ് ചെയ്തിട്ടാണ് ഇതിനെ ഓണാക്കുന്നതാണ്. അതിൽ തീരെ കാര്യമില്ല. നമ്മൾ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു പണി കംപ്ലീറ്റ് ഈ ചങ്ങായിക്ക് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് ശരിക്കും വെർത്തല്ല. അപ്പം ക്ലീനിങ്ങിൽ ഞാൻ ശരിക്കും സാറ്റിസ്ഫൈഡ് ആണ്, വൈഫും സാറ്റിസ്ഫൈഡ് ആണ്.
നല്ല മോപ്പിംഗ് നമ്മൾ ചെയ്യുന്ന ആ ലെവലിൽ തന്നെ ഏകദേശം വരുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് ഒരു റൂമിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനെ മൾട്ടിപ്പിൾ ഡബിൾ ക്ലീനിങ് ഒക്കെ ചെയ്യാൻ പറ്റും നമുക്ക്. ഫസ്റ്റ് സിംഗിൾ ക്ലീനിങ് ആണെങ്കിൽ അതിൻ്റെ പാറ്റേൺ ശരിക്കും ആപ്പിൽ കാണിക്കും. നമുക്ക് ഇതിൻ്റെ ഡാറ്റ കിട്ടും, ഇന്നലെ ചെയ്ത ക്ലീനിങ് ഇന്ന ഏരിയയിൽ എങ്ങനെയാണ് പോകുന്നതെന്നുള്ളതിനെല്ലാം കാണിക്കും. അപ്പോൾ നമുക്ക് ഡബിൾ ക്ലീനിങ് ഓപ്ഷൻ ഉണ്ട്. മൾട്ടിപ്പിൾ കൊടുക്കുകയാണെങ്കിൽ 2 സെക്ഷനായിട്ട് ചെയ്യും. ആദ്യം ഒരു ക്ലീനിങ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് രണ്ടാമതും ക്ലീനിങ് ചെയ്യും. അതേസമയം നമുക്ക് ഒന്നിക്കൽ ആദ്യം വാട്ടർ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് മോപ്പിങ്ങും ആണ് എടുക്കുക. വാട്ടർ വെക്കാണ്ട് നിൽക്കുകയാണെങ്കിൽ ജസ്റ്റ് വാക്യൂമിങ്ങേ ചെയ്യുള്ളൂ. എന്തായാലും നമ്മൾ വിചാരിച്ച പോലെയല്ല ഈ സാധനം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് പിന്നെ വർത്താണ്. നമ്മളൊരു പണി ശരിക്കും ഈ ചങ്ങായി ഏറ്റെടുക്കുന്നുണ്ട്. നമ്മളെ ക്ലീനിങ് മൊത്തം ചങ്ങായിക്ക് അങ്ങ് കോൺട്രാക്റ്റ് കൊടുക്കാം, അവൻ്റെ പണി എടുത്തോളും, മോപ്പിങ് ചെയ്തും ഏരിയ പറ്റിയ ഏരിയ ഒക്കെ ഒന്ന് ക്ലിയർ ആക്കി വിടണമെന്നേ ഉള്ളൂ. അപ്പോൾ ഷെഡ്യൂൾ ചെയ്തിട്ടോ ഷെഡ്യൂൾ ചെയ്യാണ്ടാണെങ്കിലും നമുക്ക് ഓരോ റൂമും പിന്നെ സ്പോട്ട് ചില ഏരിയകളിൽ നമ്മൾ പെട്ടെന്ന് സ്പോട്ടിൽ എന്തെങ്കിലും മറയോ, ഇത് വെറ്റ് ആൻഡ് ഡ്രൈ ക്ലീനിങ് ആണ് കേട്ടോ. വെറ്റാണെങ്കിലും അതും ക്ലീൻ ചെയ്യും ഇതിലേക്ക്. പിന്നെ നമ്മളതൊന്നും ട്രൈ ചെയ്തിട്ടില്ല, അതിൻ്റെ ഒരു ആവശ്യമില്ല ശരിക്കും. അപ്പോൾ പിന്നെ ഇതിൽ എഡ്ജ് പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഓൺ ചെയ്യുകയാണെങ്കിലും ഇത് താഴേക്ക് വീഴത്തില്ല. ഇപ്പോൾ നമ്മൾ ചില വർക്ക് നമുക്ക് ഫ്ലാറ്റിൽ അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. നാട്ടിലൊക്കെ ആണെങ്കിൽ ചിലപ്പം അത് വീഴാൻ ചാൻസ് ഉണ്ട്. അതിനും ഇതിൻ്റെ സൈഡിലൊക്കെ സെൻസർ ഉണ്ട് ശരിക്ക്. അത് സെൻസ് ചെയ്തിട്ട് ഇത് വീഴത്തില്ല. അങ്ങനെയൊക്കെ ഒരു പ്രൊട്ടക്ഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ കാണുന്ന സംഭവം കാണുന്നില്ലേ, ഇതാണ് ഇതിൻ്റെ റൗണ്ട്, അതിൻ്റെ ഉള്ളിൽ കറങ്ങിക്കൊണ്ടിരിക്കുക. അതാണ് ഇതിൻ്റെ സെൻസർ. ഫസ്റ്റ് നമ്മളിത് ഓണാക്കുന്ന സമയത്ത് അതാണ് വോള് സെൻസ് ചെയ്തിട്ട് ആ ബൗണ്ടറി ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് എനിക്ക് ക്ലീൻ ചെയ്യേണ്ട ഏരിയ. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ ചെയറൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ആ ആപ്പിൽ കാണാൻ പറ്റും. ഇന്ന് ഒബ്ജക്റ്റ് ഉണ്ട്, ആ ഒബ്ജക്റ്റിന് ഇത് എങ്ങനെയാണ് പോയിരിക്കുന്നത്, വോളിലേക്ക് പോയിനിയോ അല്ല ഫുള്ള് റൗണ്ട് അല്ലാണ്ട് ജമ്പ് ചെയ്തിട്ടാണോ പോയിരിക്കുന്നത്, അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഈ കൊടുക്കുന്ന പൈസക്ക് വർത്താണ്. അപ്പം സാധനം ഏതായാലും അടിപൊളിയാണ്. നമ്മളെ കുഞ്ഞൻ റോബോ നമുക്ക് ഇന്ന് മുതൽ നമ്മളെ വീട്ടിലെ ഒരു മെമ്പറിനെ പോലെ പണിയെടുക്കും. പിന്നെ യുറേക്ക ഫോപ്സിൻ്റെതായതുകൊണ്ട് 1 year വാറണ്ടി ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ കുറച്ച് കഴിയുമ്പം എങ്ങനെയാണ് ഇതിൻ്റെ സർവീസ് ഇഷ്യൂസ് വരുമോ എന്നുള്ളതാണ്. അതെല്ലാം അപ്കമിങ് ഡേയ്സിൽ നമുക്ക് അറിയാനേ പറ്റത്തുള്ളൂ. പക്ഷേങ്കിൽ ഇല്ല, വിശ്വസിക്കാം, നല്ലൊരു ബ്രാൻഡല്ലേ, അതുകൊണ്ട് അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വരില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇത് വാങ്ങിക്കേണ്ടവർക്ക് യുറേക്ക ഫോപ്സിൽ തന്നെ മേടിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാണ്ട് ഈ സർവീസെല്ലാം ഇഷ്യൂസ് വരാം. പണ്ടൊക്കെ യുറേക്ക ഫോപ്സിൻ്റെ സർവീസ് ഇടക്കാലത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളിപ്പം അത് AMC എടുത്തിട്ടുണ്ട് നമ്മളെ വാക്യൂം ക്ലീനറിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ സപ്പോർട്ടൊക്കെ അടിപൊളിയാണ്. ഇന്ന് ഞാൻ സർവീസ് ബുക്ക് ചെയ്താൽ നാളെ വരുന്നുണ്ട്. ഇപ്പോൾ അവർ സൂപ്പർ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം സർവീസിനെ പറ്റിയിട്ട് നമുക്ക് വലിയ പേടിയില്ല. അതുകൊണ്ട് ശരിക്കും നമ്മൾക്ക് മേടിക്കാൻ പറ്റിയ ഒരു നല്ലൊരു പ്രൊഡക്റ്റാണ് ഈ കുഞ്ഞൻ റോബോ. ഓക്കെ, അപ്പോൾ സീ യു നെക്സ്റ്റ് വ്ളോഗിൽ കാണാം.